അപ്പോൾ ഞാൻ ഈ ടേക്ക് ഓഫ് ചെയ്ത് ഹെലികോപ്റ്റർ മുമ്പിലേക്ക് താഴപ്പോൾ ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ചോര മുഴുവൻ എൻ്റെ കാലിൻ്റെ മുമ്പിൽ ഫുൾ ചോര. ഷൂസ് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി ഈ ബ്ലഡിൽ. ആ പ്ലാസ്റ്റിക് ബാഗിൽ അറ്റുപോയ ഇയാളുടെ കയ്യ്. അച്ഛനമ്മയ്ക്കും രക്ഷ വേണ്ട, അവരിങ്ങനെ ഞങ്ങളോട് കാണിക്കേണ്ട ഈ കുട്ടീനെ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ ആ സ്ത്രീ ഒരു ആടിനെ കെട്ടിപ്പിടിച്ചിരിക്കുക, അവിടെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ആടിനെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് രക്ഷ വേണ്ടൂ എന്ന് പറയണം. ആനിമൽസിനൊന്നും ഒരിക്കലും രക്ഷപ്പെടുത്താനുള്ള റൂൾസ് റെഗുലേഷൻസ് ഇല്ല. ലോകത്തിൽ നടക്കുന്ന ഒരു 90% ഹെലികോപ്റ്റേഴ്സ് ആക്സിഡൻസിന് കാരണം. അപ്പോൾ എനിക്ക് പേടി, ഞാൻ ഈ ഹെലികോപ്റ്റർ കൊണ്ട് അടുത്ത് പോയാൽ ഈ റോട്ടർ ഡൗൺ വാഷ് കാരണം അയാൾ ബോട്ടിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് വെള്ളത്തേക്ക് വീഴും. പിന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ല അയാൾ. ഒരിക്കൽ ഒരു സബ്മറീൻ കണ്ടുപിടിക്കപ്പെട്ടാൽ അതിനെ നശിപ്പിക്കാൻ വളരെ ഈസിയാണ്. ഹെലികോപ്റ്റേഴ്സിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ സോണാറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവരെ ടോപ്പിഡോ ചെയ്യാം. ഇറ്റ് ഇസ് ഓൾവേസ് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. അനേകം പേരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇവരൊന്നും പേരും അഡ്രസ്സും ഒന്നും അറിയൂല, ചോദിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. രണ്ടായിരത്തി 2018 മഹാപ്രളയത്തിൽ നമുക്കെല്ലാവർക്കും ആശ്വാസം നൽകിയ ഒരു കാഴ്ചയുണ്ട്. ചാലക്കുടിയിലെ ഒരു കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പിൽ നിന്ന് 20-ലധികം വരുന്ന ആളുകളെ സകല റിസ്കുകളും എടുത്ത് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി രക്ഷിക്കുന്ന ആ കാഴ്ച. ആ ഹെലികോപ്റ്ററിൻ്റെ സാരഥ്യം വഹിച്ചത് മലയാളിയായ ക്യാപ്റ്റൻ പി രാജ്കുമാറാണ്. 2017 ഓക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ രക്ഷകനായും അദ്ദേഹം എത്തി. തൻ്റെ അതിവിശിഷ്ട സേവനത്തിന് രാജ്യം അദ്ദേഹത്തിന് ശൗര്യചക്രയും നവസേന മെഡലും നൽകി ആദരിച്ചു. 34 വർഷം നാവികസേന ഹെലികോപ്റ്ററിൽ പൈലറ്റായും പൈലറ്റ് ഇൻസ്ട്രക്ടറായും പ്രവർത്തിച്ച് റിട്ടയർ ചെയ്ത ക്യാപ്റ്റൻ പി രാജ്കുമാറാണ് ഇന്ന് സർവീസ് സ്റ്റോറിയിൽ നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. അസാധാരണമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനാണ് ചാലക്കുടി മഹാപ്രളയകാലത്ത് സാക്ഷ്യം വഹിച്ചത്. എനിക്ക് തോന്നുന്നു 26-ലധികം വരുന്ന ആളുകളെ ഒരുമിച്ച് ഒറ്റ ട്രിപ്പിലാണ് ഹെലികോപ്റ്ററിൽ രക്ഷിച്ചെടുത്ത് കൊണ്ടുപോയത്. അത് പൊതുവേ ലോകത്ത് തന്നെ ഒരു റെക്കോർഡ് രക്ഷപ്പെടുത്തലാണെന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ ഒരു രക്ഷാപ്രവർത്തനത്തെ ഒന്ന് ഓർത്തൊന്ന് സംസാരിക്കാം. ഓഗസ്റ്റ് 9 ഞങ്ങൾ ഫ്ലൈയിങ് തുടങ്ങിയത്. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഞങ്ങൾ പോയി നോക്കുമ്പോൾ അവർക്ക് വെള്ളവും ഭക്ഷണവും മാത്രം മതിയായിരുന്നു. ആർക്കും അങ്ങനെ രക്ഷിക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആരും. പക്ഷെ ഒരു 13-12 ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഭക്ഷണവും ഒന്നുമില്ലാത്ത അപ്പോൾ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ തുടങ്ങി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് എല്ലാ ടെറസിൻ്റെ മുകളിൽ നിന്നും വിഞ്ച് ചെയ്ത് രക്ഷപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് ഒരു 17 ആൾക്കാരെ ഞാൻ റെസ്ക്യൂ ചെയ്തു. അപ്പോൾ ഈ റെസ്ക്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഈ മെയിൻ റോഡിൻ്റെ ഡൗൺ വാഷ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അധികം താഴത്തേക്ക് വരാൻ പറ്റില്ല. താഴത്തേക്ക് വന്നാൽ അത് ഓടും ടിൻ ഷീറ്റും ഒക്കെ പറക്കും. അത് വളരെ ഡേഞ്ചറാണ് ഹെലികോപ്റ്ററിന്. അപ്പോൾ കുറച്ച് ഉയരത്തിൽ ഹെലികോപ്റ്റർ ഹോർ ചെയ്യണം. എന്നിട്ട് ഈ വിഞ്ച് താഴത്തേക്ക് ലോർ ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് വേണം വിഞ്ചപ്പ് ചെയ്യാൻ. അപ്പോൾ ഭയങ്കരമായിട്ട് സമയം. ഉദ്ദേശിക്കുന്ന റോപ്പല്ല, ഇറ്റ്സ് എ റെസ്ക്യൂ ഹോയിസ്റ്റ്. അതിനാണ് വിഞ്ച് എന്ന് പറയുന്നത്. അത് ഇലക്ട്രിക്കൽ വിഞ്ചാണ്, ഹൈഡ്രോളിക് വിഞ്ചാണത്. അത് മെറ്റൽ കേബിളാണത്. അതിൻ്റെ അടിയിൽ ഒരു ബ്രാക്കറ്റ്, ഒരു റബ്ബർ ബ്രാക്കറ്റ് ഉണ്ടാവും. അതാണ് റെസ്ക്യൂ സ്ട്രോപ്പ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതിൽ വിഞ്ച് ചെയ്തിട്ട് ഹെലികോപ്റ്ററിൽ കയറ്റണം. അങ്ങനെ 17 ആളെ രക്ഷപ്പെടുത്തി കഴിയാറാകുമ്പോൾ അപ്പുറത്തെ ടെറസിൽ നിന്ന് കുറേ ആൾക്കാർ ഭയങ്കരമായിട്ട് വേവി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം അവർ രക്ഷയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അവിടേക്ക് ഹെലികോപ്റ്റർ അങ്ങോട്ട്, ഓൾദോ ഐ ഹാഡ് ഓൾറെഡി റെസ്ക്യൂഡ് 17 പീപ്പിൾ. പക്ഷെ അവരങ്ങനെ റെസ്ക്യൂവിന് വിളിക്കുമ്പോൾ പിന്നെ പോകാൻ തോന്നില്ല. കാരണം എനിക്കറിയാം പിന്നെ ഫ്ലൈ ചെയ്യാൻ അന്ന് പറ്റില്ല. കാരണം സന്ധ്യ കഴിഞ്ഞു. പിന്നെ രാത്രി ഈ റെസ്ക്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്ന് ശ്രമിക്കാമെന്ന് വിചാരിച്ച് അടുത്ത കുറച്ച് ദൂരത്തുള്ള ആ ടെറസിലേക്ക് പോയി. അങ്ങനെ അവിടുത്തെ ആൾക്കാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തി. അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല എത്ര ആളെ ഞാൻ രക്ഷപ്പെടുത്തിയെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെയുള്ള എല്ലാവരെയും ഓരോരുത്തരായിട്ട് വിൻ ചെയ്തു. മടങ്ങി ടേക്ക് ഓഫ് ചെയ്ത് കൊച്ചി നേവൽ ബേസിലേക്ക് വരുന്ന സമയത്താണ് ബാക്കിലത്തെ എൻ്റെ റിയർ ക്രൂ കൗണ്ട് ചെയ്ത് പറഞ്ഞത്, സർ വി ഹാവ് ടോട്ടൽ 31 ആളുണ്ടായിരുന്നു അന്ന്, എന്നെ അടക്കം ഹെലികോപ്റ്ററിനുള്ളിൽ. അത് ഒരിക്കലും അത്ര ആൾക്കാരൊന്നും ആ ഹെലികോപ്റ്ററിൽ കയറ്റാൻ യാതൊരു വിധത്തിൽ പറ്റില്ല. ശരിക്കും അങ്ങനെ അനുമതിയുണ്ടോ? അങ്ങനെ അത്രയും പേര് പറ്റില്ല. ആ ഹെലികോപ്റ്ററിൽ ആകെ 4 ആൾക്ക് ഇരിക്കാനുള്ള സീറ്റേ ഉള്ളൂ.
അതൊരു യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷണൽ സീക്കിംഗ് ഹെലികോപ്റ്ററാണ്. ഒരു പരിധി കഴിഞ്ഞ് ഭാരം കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള റിസ്ക് സാധ്യത എന്താ? അതുണ്ട്. അപ്പോൾ എനിക്കതറിയാം. അപ്പോൾ ഓരോ വെയിറ്റ് കൂടുമ്പോഴും ഹെലികോപ്റ്ററിൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഞാനിങ്ങനെ ഓരോരുത്തരെ റെസ്ക്യൂ ചെയ്യുമ്പോൾ ഞാൻ പവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ എക്സ്ട്രീമിറ്റിയിലാണ് ഞാൻ ടേക്ക് ഓഫ് ചെയ്തത്. പിന്നെ ഒരാളെയും അതിൽ കയറ്റാൻ യാതൊരു വിധത്തിലും രക്ഷയില്ലാത്ത കുറച്ച് ഇറ്റ്സ് വെരി റിസ്കി. മഹാപ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? വീടുകളുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ഈ മെറ്റൽ ഷീറ്റ് വെച്ചിട്ടൊരു ട്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമും കൂടി മുകളിൽ കിട്ടുമല്ലോ. അപ്പോൾ അവിടുന്ന് റെസ്ക്യൂ ചെയ്യാൻ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. ഒരു ഓപ്പണിംഗ് ഒന്നുമില്ല, ഓപ്പൺ ടെറസൊന്നുമില്ല. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയപ്പോൾ അവിടുന്ന് അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് വേവ് ചെയ്തു ഞങ്ങളോട് വരും പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഹെലികോപ്റ്ററും കൊണ്ട് അവിടെ അടുത്ത് പോയപ്പോൾ ഒരു വീൽ ചെയറിൽ ഒരു പെൺകുട്ടി, ആ കുട്ടി അരയ്ക്ക് താഴെ തളർവാദം പിടിച്ചിട്ട്, അപ്പോൾ ആ കുട്ടി ആ വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടീനെ രക്ഷപ്പെടുത്തണം. ആ അച്ഛനമ്മയ്ക്കും രക്ഷ വേണ്ട, അവരിങ്ങനെ ഞങ്ങളോട് കാണിക്കേണ്ട ഈ കുട്ടീനെ രക്ഷപ്പെടുത്തുന്നു. ഫുൾ ടിൻ റൂഫായിരുന്നു, ഒരു ചെറിയൊരു സ്ക്വയർ ഹോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഹോളിൽ കൂടെ വേണം ഈ കുട്ടീനെ വീൽ ചെയറിന്ന് റെസ്ക്യൂ ചെയ്ത്. അത് വളരെ റിസ്കി ആയിരുന്നു. കാരണം ഈ ഒരു ലേശം അങ്ങോട്ടോ തെറ്റിയാൽ, ഹെലികോപ്റ്ററിൻ്റെ ഓവറിങ് തെറ്റിയാൽ, അഥവാ അല്ലെങ്കിൽ ഈ വിഞ്ച് ചെയ്യണ സമയത്ത് ആ കുട്ടിക്ക് മാരകമായിട്ടുള്ള എന്തെങ്കിലും ആ ടിൻ ഇത് പറ്റും. അത് കുറേ സമയം എടുത്തു. ഒരു 45 മിനിറ്റ് എടുത്തു ആ കുട്ടീനെ ആ വീൽ ചെയറിന്ന് മുകളിലേക്ക് രക്ഷപ്പെടുത്താൻ. ഞാൻ ഫ്ലൈ ചെയ്ത് സീക്കിംഗ് എന്നുള്ളത് ഒരു വലിയ ഹെലികോപ്റ്ററാണ്. ഈ ഹെലികോപ്റ്ററിൻ്റെ സൈസ് കൂടുന്തോറും അതിൻ്റെ മെയിൻ റോട്ടർ, ഈ മുകളിൽ തിരിയണ മെയിൻ റോട്ടേഴ്സിൻ്റെ അടിയിലേക്ക് പുഷ് ചെയ്യണ വായുവിനും സ്ട്രെങ്ത് കൂടും. അതിനാണ് ഡൗൺ വാഷ് എന്ന് പറയുക, റോട്ടർ ഡൗൺ വാഷ്. ഈ ഓവർ ചെയ്യുമ്പോഴാണ് ഏറ്റവും അധികം പവർ യൂസ് ചെയ്യുക ഹെലികോപ്റ്റർ. അപ്പോൾ എത്രണ്ട് പവർ അധികം യൂസ് ചെയ്യുമോ അത്രണ്ട് ഈ ഡൗൺ വാഷിന് ശക്തി കൂടും. അപ്പോൾ ഇത് താഴത്ത് ഈ ടിൻ ഷീറ്റിനൊക്കെ അടുത്ത് വന്നാൽ ടിൻ ഷീറ്റൊക്കെ മുകളിൽ പറക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഷീറ്റ് ലൂസായിട്ട് വന്നിട്ട് എൻ്റെ ഹെലികോപ്റ്ററിൻ്റെ എൻ്റെ ബാക്കിലാണ് ടെയിൽ റോട്ടർ. അത് അത്ര സ്പീഡിലാണ് അത് കറങ്ങണത്. 2010 RPM-ലാണ് അത് തിരിയണത്. ഒരു ചെറിയൊരു സാധനം തൊട്ടാൽ ആ ഇമ്മീഡിയറ്റ്ലി ഹെലികോപ്റ്റർ വിൽ ക്രാഷ്, അവിടെ ക്രാഷ് ആവും. അതുകൊണ്ട് ഇത് ഹെലികോപ്റ്റർ എപ്പോഴും കുറച്ചൊരു ഹൈറ്റിൽ നിർത്താൻ പറ്റുള്ളൂ. ഇത് എത്രണ്ട് ഹൈറ്റ് കൂടണോ അത്രണ്ട് ഈ റെസ്ക്യൂ ചെയ്യാനും ബുദ്ധിമുട്ടുമാണ്. വിഞ്ചിന് എത്രത്തോളം നീളം? അതിന് നല്ല ഒരു 150 അടി വരെ ഞങ്ങൾക്ക് താഴ്ത്താം. ഉയരം കൂടുന്നതോറും അത് റെസ്ക്യൂവിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടും. കാരണം ഉയരം കൂടുന്നതോറും അതിൻ്റെ ആട്ടം ഭയങ്കര അധികമാവും. റെസ്ക്യൂ ചെയ്യാൻ വേറെ നിങ്ങളുടെ ക്രൂവിൽ വേറെ അംഗങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? അത് സാധാരണ ഫ്ലൈ ചെയ്യുക 2 പൈലറ്റ്സും 2 നാവിഗേറ്റേഴ്സാണ്. പക്ഷേ ഇങ്ങനൊരു മിഷൻ, അതായത് സെർച്ച് ആൻഡ് റെസ്ക്യൂവിന് പോകുമ്പോൾ ഈ ഒരു നാവിഗേറ്ററും പിന്നെ 2 ഡൈവേഴ്സിന്, എയർക്രൂ ഡൈവേഴ്സ് എന്ന് പറയും. അവരാണ് ഈ വെള്ളത്തിൽ മുങ്ങി ചാടുന്നതും പിന്നെ ഈ വിഞ്ചൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ, ഈ റെസ്ക്യൂ വിഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന അവരാണ്. സാറിൻ്റെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനല്ലേ ഏഷ്യൻ മാൻ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുരസ്കാരം കിട്ടിയത്? അതിന് അവരെന്തൊക്കെയാണ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു നാഷണൽ പോൾ ചെയ്തു ഫ്രം ദി ജേർണലിസ്റ്റ് ആൻഡ് പീപ്പിൾ ഹു ആർ ഇൻവോൾവ് ഇൻ റെസ്ക്യൂ. എന്നിട്ട് അതിന്ന് സെലക്ട് ചെയ്ത് പോയതാണ്. എനിക്കറിയണ്ടായിരുന്നില്ല ഇതെങ്ങനെ ഒരു പോൾ എന്നുള്ള കാര്യം തന്നെ എനിക്കറിയണ്ടായിരുന്നില്ല. 2017 ഓക്കി ചുഴലിക്കാറ്റ് വീശിയടിച്ചപ്പം ഈ നടുക്കടലിൽ കുടുങ്ങിയ കുറച്ച് മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതും രാത്രി സമയത്ത് നമുക്ക് ഒരു തരത്തിലുള്ള വിസിബിലിറ്റിയും ഇല്ലാത്ത ഒരു സമയത്താണ് ആളുകളെ രക്ഷിച്ചെടുത്തത്. അതിനെ പറ്റി സാർ ഇമോഷണലായിട്ട് എഴുതിയൊരു നോട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കോ? അത്രയധികം ഭയങ്കര സിവിയർ സൈക്ലോണായിരുന്നു. ഞാനായിരുന്നു ഡിറ്റാച്ച്മെൻറ്റ് കമാൻഡർ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി. ട്രിവാൻഡ്രത്ത് നിന്ന് ആണ് ഞങ്ങൾ റെസ്ക്യൂ ചെയ്യാൻ തുടങ്ങിയത്. ദിവസം മുഴുവൻ ഞങ്ങൾ 2 ഹെലികോപ്റ്ററും കൊണ്ട് ഫ്ലൈ ചെയ്ത് കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തി. ഒരു 17 ആളെ ഞാൻ എൻ്റെ ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി. മറ്റേ ഹെലികോപ്റ്റർ ഓൾമോസ്റ്റ് ഒരു 14-15 ആൾക്കാരെ രക്ഷപ്പെടുത്തി. അങ്ങനെ തിരിച്ച് സന്ധ്യാസമയത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു. പക്ഷേ എനിക്കറിയാം പിന്നെയും കുറേ ആൾക്കാർ കടലിൽ ഇനിയും രക്ഷയ്ക്ക് വേണ്ടി കാത്തു കിടക്കണമെന്ന് എനിക്ക് ഞാനായിരുന്നു സീനിയർ മോസ്റ്റ് പൈലറ്റ് അന്ന്. വല്ല ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ ടേക്ക് ഓഫ് ചെയ്ത് പോയതാണ്. പക്ഷേ ആ സമയത്തൊന്നും അങ്ങനെ അനുമതി ചോദിക്കാനൊന്നും ഇൻസ്റ്റിങ്ക്റ്റീവ് അങ്ങനെയൊക്കെ ചോദിച്ചാൽ പല സമയത്തും പല റെസ്ക്യൂവും ചെയ്യാൻ പറ്റില്ല. പക്ഷെ രാത്രി ഫ്ലൈ ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. മുമ്പിൽ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് ലൈറ്റ്സ് ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റിന് റിഫ്ലക്ഷൻ കോക്പിറ്റിലേക്ക് തിരിച്ചു വരികയും അത് ഭയങ്കര ഡിസോറിയൻറ്റേറ്റിംഗ് ആണ്. അതിങ്ങനെ നമുക്ക് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫ്ലൈ ചെയ്ത് കുറച്ച് ഒരു 50 മൈൽ പോയപ്പോൾ അതുവഴി പോകുന്ന ഒരു ചൈനീസ് മെർച്ചൻ്റ് ഷിപ്പ് റേഡിയോ കോൾ ചെയ്തു. എൻ്റെ റേഡിയോയിൽ അവർ പറഞ്ഞു ഇങ്ങനെ അവരുടെ ഷിപ്പിൻ്റെ അടുത്തൊരു ബോട്ട് മറിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിന് മുകളിൽ ഒരു ഫിഷർമാൻ ഉണ്ടെന്ന്.
അപ്പോൾ ഭയങ്കര മഴയും പിച്ച് ഡാർക്ക് നൈറ്റ്. ആ ഷിപ്പിൻ്റെ മുകളിൽ ഞാൻ 2-3 പ്രാവശ്യം വട്ടത്ത് തിരിഞ്ഞിട്ടും എനിക്ക് ഈ ബോട്ട് കാണാനില്ല. അപ്പോൾ ഈ ചൈനീസ് ഷിപ്പ് അവർ ബ്രിഡ്ജിൽ നിന്ന് ആ ബോട്ടിലേക്ക് ഒരു ലേസർ പോയിന്റർ ഇങ്ങനെ പോയിന്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ലേസർ പോയിന്റർ, ഈ മഴയത്ത് അതും കാണാനില്ല, അത്ര ഭീകരമായിട്ടുള്ള മഴയായിരുന്നു. 3ാമത്തെ സർക്കിൾ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യണ നാവിഗേറ്റർ ആ ബീം കണ്ടു. അപ്പോൾ തന്നെ ഞാൻ ഹെലികോപ്റ്റർ അവിടെ തന്നെ ഞാൻ ഒരു ക്വിക്ക് ടേൺ ചെയ്തു. എനിക്ക് എൻ്റെ ലാൻഡിങ് ലൈറ്റ് കൊണ്ട് ഭാഗ്യത്തിന് എനിക്ക് ആ ബോട്ട് കാണാൻ പറ്റി ഫ്രണ്ടിൽ. ഒരു സിംഗിൾ ഫിഷർമാനാണ് കിടക്കണത്. ഒരു ജീവൻ്റെ യാതൊരു ഇതുമില്ല, ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പേടി, ഞാൻ ഈ ഹെലികോപ്റ്റർ കൊണ്ട് അടുത്ത് പോയാൽ ഈ റോട്ട് ഡൗൺ വാഷ് കാരണം അയാൾ ബോട്ടിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത് വെള്ളത്തേക്ക് വീഴും. പിന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ല അയാളെ. വയലന്റ് തിരകളായിരുന്നു. ഈ ഓരോ തിരയും ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെയും ഒരു 30 അടി താഴത്തേക്ക് തിര പോവുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ഹൈറ്റിൽ വെച്ചിട്ട് മെല്ലെ 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 ഞാൻ ഹെലികോപ്റ്റർ ആ ബോട്ടിന് മുകളിൽ വന്നു. എന്നിട്ട് ഞാൻ ആ റെസ്ക്യൂ ഹോയിസ്റ്റ് താഴത്തേക്ക് ഞങ്ങൾ ഇറക്കി. ഈ റെസ്ക്യൂ ഹോയിസ്റ്റ് അയാളുടെ അടുത്ത് പോയിട്ടും അയാൾ ഒരു അനക്കമില്ല, യാതൊരു അനക്കമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാളെ കൊണ്ട് ആ റെസ്ക്യൂ ഹോയിസ്റ്റിൽ മുകളിലേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എൻ്റെ അതിൽ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. അപ്പോഴാണ് എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യണ ഡൈവർ എന്നോട് പറഞ്ഞു ഞാൻ ചാടി അയാളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അത് പക്ഷേ ഒരു ഭയങ്കര റിസ്ക്കിയാണ്. കാരണം ഒരാളെ രക്ഷപ്പെടുത്തുന്ന ആ ഒരു കാരണങ്ങൾ ചിലപ്പോൾ അന്ന് ഞാൻ 2 ആളെ കൊല്ലാൻ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ലക്ക് ആൻഡ് ഗോഡ്സ് വാസ് സ്മൈലിംഗ് അറ്റ് ഹിം. അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 48 മണിക്കൂറോട്ട് ഒക്കെ ആയിട്ട് ഒന്നും കഴിച്ചിട്ടുമില്ല, വെള്ളം കുടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് വേണ്ടത് കൊണ്ടുവന്ന് റെസ്ക്യൂ ചെയ്തു. ഈ രാത്രി രക്ഷപ്പെടുത്തിയതാണ് എനിക്ക് ശൗര്യചക്രം കിട്ടിയത്. പിന്നെ എപ്പോഴെങ്കിലും പുള്ളിനെ കാണുമോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, എന്നോട് ഈ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു 34 വർഷം ഈ ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്തിട്ട് അനേകം പേരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്ക് ഇവരൊന്നും പേരും അഡ്രസ്സും ഒന്നും അറിയൂല, ചോദിക്കണമെന്ന് തോന്നിയിട്ടില്ല. സാറ് നേരത്തെ പറഞ്ഞില്ലേ ഒരു ചൈനയുടെ മെർച്ചന്റ് ഷിപ്പാണ്. അപ്പൊ നമ്മൾ പൊതുവെ പാകിസ്ഥാൻ ചൈന എന്നൊക്കെ പറയുന്ന ഒരു ശത്രുപക്ഷത്ത് കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ നമ്മുടെ ആ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു രക്ഷയില് ഒരു ചൈനക്കാരന്റെ സംയോജിതമായ ഇടപെടലുണ്ട്. സംശയമൊന്നുമില്ല, അങ്ങനെ പറയാം, ഒരു സംശയമില്ല. വ്യോമസേനയ്ക്ക് ആണ് എയർക്രാഫ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ, ഹെലികോപ്റ്റർ അടക്കം. പിന്നെ അതുപോലെ കരസേനയ്ക്കും ഉണ്ട്. നാവികസേന ഹെലികോപ്റ്ററിനെ എങ്ങനെ ഉപയോഗിക്കുന്നത്, എന്താണ് അതിന്റെ പ്രധാന ഒരു ആവശ്യം എന്ന് പറയുന്നത്? നാവികസേന ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല മറ്റ് 2 സർവീസും ഹെലികോപ്റ്ററിനെ ഉപയോഗിക്കുന്നുണ്ട്. കാരണമൊന്നുമില്ല, ഏതൊരു രാഷ്ട്രത്തിൻ്റെ നാവികസേനയ്ക്കും അവർക്ക് ഒരു നമ്പർ 1 എനിമി എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ഈ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന മുങ്ങിക്കപ്പൽ, അന്തർവാഹിനി അഥവാ ശത്രു രാജ്യങ്ങളുടെ മുങ്ങിക്കപ്പൽ. റഡാറുകൾക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത വെള്ളത്തിൻ്റെ താഴത്ത്, അതായത് സീ സർഫസിൽ താഴത്ത് ഇരിക്കണ ഈ അന്തർവാഹിനികളാണ്. അപ്പോൾ അവരെ ഡിറ്റക്റ്റ് ചെയ്യുക, അവരെ ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ ആകെ ഒരു സെൻസർ, ഉള്ളത് സോണാർ എന്നുള്ള സെൻസറാണ്. അപ്പോൾ സോണാർ ഉപയോഗിക്കാൻ ഹെലികോപ്റ്റേഴ്സിന് മാത്രമേ പറ്റുള്ളൂ. കാരണം അത് ഹോവർ ചെയ്തിട്ട്, ഹെലികോപ്റ്റർ ഇങ്ങനെ ഹോവർ ചെയ്തിട്ട് താഴത്തേക്ക് ഡിപ്പ് ചെയ്യണം. എന്നിട്ട് അത് ഹെലികോപ്റ്റർ ഹോവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് വായുവിൽ നിർത്താന്നല്ല, അതിനാണ് ഹോവറിംഗ് എന്ന് പറയാം. അത് ഹെലികോപ്റ്റേഴ്സിന് മാത്രമേ പറ്റുള്ളൂ, മറ്റേ പ്ലെയിൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഹോവറിംഗ് ചെയ്യാതെ നമുക്ക് ഈ സെൻസർ, ഈ താഴത്തേക്ക് സോണാർ എന്നുള്ള സെൻസർ താഴത്തേക്ക് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യാൻ പറ്റില്ല. വിഞ്ച്, അതിന് വേറെ വിഞ്ചുണ്ട്. സോണാർ ഇസ് എ ഡിഫറെൻറ്റ്, ഈ റെസ്ക്യൂ വിഞ്ചല്ല, അതിന് സോണാറിന് തന്നെ വിഞ്ചുണ്ട്. അപ്പോൾ സോണാർ എന്നിട്ട് വെള്ളത്തിൽ അടിയിൽ വിട്ടിട്ട് അത് ഈ ശബ്ദതരംഗം, നോയ്സാണ് അത് ക്രിയേറ്റ് ചെയ്യുക. റഡാർ പോലെയല്ല, ഇലക്ട്രോണിക് മെഷീൻസ് അല്ല. സബ്മറീൻസിനെ കണ്ടുപിടിക്കാൻ ഈ സോണാർ അല്ലെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കണം, ഇതേ തിയറി ഉപയോഗിക്കണം. സോണോ ബോയ്സ് ഹെലികോപ്റ്റേഴ്സിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതും ഇതുപോലെ അന്തർവാഹിനികളെ കണ്ടുപിടിക്കും. യുദ്ധകാലത്താണെങ്കിൽ അവർ നശിപ്പിക്കണം. സാധാരണ പീസ് ടൈമിലാണെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഡെറ്ററൻറ്റ്. അവർ നമ്മുടെ ഏരിയയിലേക്ക് വരില്ല. പിന്നെ ഹെലികോപ്റ്റേഴ്സിൻ്റെ സെക്കൻഡറി റോൾസ് അനവധിയുണ്ട്. ലോജിസ്റ്റിക്കൽ സപ്പോർട്ട്, ഓരോ ഷിപ്പിനും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, പിന്നെ ആൾക്കാരെ രക്ഷപ്പെടുത്തുക ഇൻ കേസ് ഓഫ് മെഡിക്കൽ എമർജൻസി. പിന്നെ നേവിക്ക് സ്പെഷ്യലൈസ്ഡ് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് ഫോർ ഇലക്ട്രോണിക് വാർഫെയർ. ഒരു റഷ്യൻ ഹെലികോപ്റ്റർ വി ഓപ്പറേറ്റ് കോൾഡ് കമൌ 31. അത് അതിന് വലിയൊരു റഡാർ ഉണ്ട്. അപ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്തിട്ട്, ഷിപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഹൈറ്റിൽ ഫ്ലൈ ചെയ്തിട്ട് അത് ഒരു വലിയ ഏരിയ അതിന് കവർ ചെയ്യാം റഡാർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഏതൊക്കെ പ്ലെയിൻസ് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഷിപ്സ് എവിടെയാണ് അതൊക്കെ അത് കണ്ടുപിടിക്കാം. താങ്കളുടെ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ സർവീസ് ജീവിതത്തിനിടയിൽ എത്ര തവണ ഈ മുങ്ങിക്കപ്പൽ തേടി പോയിട്ടുണ്ട്? അതെ, എങ്ങനെയാണ് നിങ്ങൾ അത് പോകുന്നത്? ഈ സബ്മറീൻസ് എന്ന് പറയുന്നത് അവർക്കും ഈ വാർ പെട്രോൾസ് ഉണ്ട്. അവരും
ഇതേപോലെ നമ്മുടെ ദേശത്തിൻ്റെ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കാൻ അവർ നമ്മുടെ തുറമുഖങ്ങളിലൊക്കെ വന്നിട്ട് വാച്ച് ചെയ്യും. അത് എല്ലാ രാഷ്ട്രങ്ങളും ചെയ്യണതാണ്. അപ്പോൾ അവർ വാച്ച് ചെയ്യുമ്പോൾ അവർക്ക് നമ്മുടെ ഷിപ്പ് മൂവ്മെൻറ്റ്സ് കണ്ടുപിടിക്കാം, നമ്മുടെ ഫിഷിംഗ് ഫ്ലീറ്റിനെ പറ്റി മനസ്സിലാക്കാം, നമ്മുടെ ഡിഫൻസ് സീവേർഡ് ഡിഫൻസിനെ പറ്റി അവർക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ അവർക്ക് ഇൻ്റലിജൻസ് ഗ്യാതറിംഗ് ആണ്. അതെ, അതിനാണ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് യൂസ്ഡ് ആസ് എ പിന്നെ അവർക്ക് വേണമെന്ന് ചാരപ്രവർത്തനം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊന്ന് ടോർപിഡോ ഉപയോഗിക്കാം, അവർക്ക് ടോർപിഡോ ചെയ്യാം, അവർക്ക് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ സബ്മറീനിന് പല റോൾസും ഉണ്ട്, പാസീവ് റോൾസും ഉണ്ട്, ഒഫൻസീവ് റോൾസും ഉണ്ട്. ഈ മുങ്ങിക്കപ്പലിനെ സോണാർ വെച്ചിട്ട് കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ അവിടെ നിന്ന് തുരത്തുന്നത്? അത് ഹെലികോപ്റ്ററിലുള്ള പൈലറ്റിന്റെ തന്നെ ദൗത്യമാണോ അത്? നമ്മൾ ഹെലികോപ്റ്റേഴ്സ് വന്ന് സോണാർ ഓപ്പറേറ്റ് ചെയ്യാൻ ആ നിമിഷം മുങ്ങിക്കപ്പലിന് മനസ്സിലാവും നമ്മൾ സോണാർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഈ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ ഈ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മുങ്ങിക്കപ്പലിന് അത് കേൾക്കാം, ക്ലിയർ ആയിട്ട് കേൾക്കാം. അപ്പോൾ അവർക്ക് അറിയാം ഹെലികോപ്റ്ററിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പോൾ അവർ അവിടുന്ന് ദൂരത്തേക്ക് പോകും. കാരണം അത് അവർക്ക് ഡേഞ്ചറാണ്. ഒരു സബ്മറീൻ കമാൻഡിങ് ഓഫീസർ അഥവാ സബ്മറീൻ പട ഒരിക്കലും അവരെ കണ്ടുപിടിക്കാതിരിക്കാനുള്ള എല്ലാ പണിയും ചെയ്യും. അവരുടെ ഏറ്റവും വലിയ പണി തന്നെ കണ്ടുപിടിക്കപ്പെടാതിരിക്കാതെ. കാരണം ഒരിക്കൽ കണ്ടുപിടിച്ചാൽ പിന്നെ ആ സബ്മറീന് രക്ഷയില്ല. കാരണം സബ്മറീനിന് സ്പീഡില്ല. ഈ ഷിപ്പിൻ്റെ സ്പീഡോ ഹെലികോപ്റ്ററിൻ്റെ സ്പീഡോ സബ്മറീനില്ല, അതിന് മെല്ലെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒരു സബ്മറീൻ കണ്ടുപിടിക്കപ്പെട്ടാൽ അതിനെ നശിപ്പിക്കാൻ വളരെ ഈസിയാണ് നേവി, ഏത് നേവിക്കും. അപ്പോൾ അവർ പിടിക്കപ്പെടാൻ സാധ്യതയില്ലാതെ അവർ മുങ്ങും. ഈ ഗാസി അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരു സിനിമയിൽ അതിലവരിങ്ങനെ പൊങ്ങിയും മുങ്ങിയും കളിക്കുന്ന ഒരു രീതി പറഞ്ഞു. അതാണോ ഈ അത് അവരുടെ ഒരു ഇവേസീവ് ടാക്ടിക്കാണത്. അതായത് അവരെ കണ്ടുപിടിക്കാതിരിക്കാനുള്ള അവർ ചെയ്യണ ഒരു തന്ത്രമാണ്, സ്ഥിരം തന്ത്രമാണ്. ഹെലികോപ്റ്റേഴ്സിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ സോണാറിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവരെ ടോർപിഡോ ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. നേവി പ്രസൻസ് ഇല്ലാത്ത സമയത്ത് അവർ മുകളിൽ വരും, നേവി പ്രസൻസ് കണ്ട അവർ മുങ്ങിപ്പോകും താഴത്തേക്ക്. ഞങ്ങൾ സ്ഥിരം ആയിട്ട് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിനെ ആട്ടി ഓടിക്കുക എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ ഒരു സബ്മറീൻ ഹെലികോപ്റ്ററും തമ്മിലുള്ള ഒരു ഈ മുങ്ങിയും പൊങ്ങിയുള്ളൊരു കളിയാണ് ഈ സബ്മറീൻ്റെ. ഞങ്ങൾ ഹെലികോപ്റ്റേഴ്സ് കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ വെള്ളത്തിൽ മുങ്ങും. അപ്പം നിങ്ങൾക്ക് ആരാണ് ഇൻഫർമേഷൻ തരുന്നത്? ഇതൊരു മിലിറ്ററി ഇന്റലിജൻസ് അവൈലബിൾ ആണ്. ഒരു എക്സസൈസ് ഏരിയ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് മൂവ് ചെയ്യും. ഈ സമയം നിങ്ങൾ ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് പോകണമെന്ന് പറയും. അപ്പോൾ ഒരു നേവൽ ഫ്ലീറ്റ് ആ സ്ഥലത്തേക്ക് മൂവ് ചെയ്താൽ പിന്നെ ആദ്യം ഹെലികോപ്റ്റേഴ്സ് ടേക്ക് ഓഫ് ചെയ്തിട്ട് ദൂരത്ത് പോയിട്ട് ഈ സോണാർ ഉപയോഗിച്ച് നോക്കും ഏതെങ്കിലും സബ്മറീൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന്. എന്നിട്ട് ഈ ഹെലികോപ്റ്ററിലുള്ള താങ്കൾക്ക് തന്നെ അതിനെ നശിപ്പിക്കാനുള്ള അധികാരമുണ്ടോ? അധികാരം അത് ഓർഡർ കിട്ടിയാൽ നശിപ്പിക്കും. നിങ്ങൾക്കും അത് ചെയ്യാം. എന്തുപയോഗിച്ചിട്ടാണ്? അത് ടോർപിഡോസ് അല്ലെങ്കിൽ ഡെപ്ത് ചാർജസ്. ഈ സബ്മറീൻസിന് എഗെയിൻസ്റ്റ് യൂസ് ചെയ്യുന്ന വെപ്പൺസിനാണ് ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന വെപ്പൺസ്. മെയിൻ 2 വെപ്പൺസ് ആണ്. ഒന്ന് ടോർപിഡോ, രണ്ടാമത്തെ ഡെപ്ത് ചാർജ് എന്ന് പറയും. ഈ ഡെപ്ത് ചാർജ് ഹെലികോപ്റ്ററിന് ഉപയോഗിക്കാം. ഞാൻ വിചാരിച്ചു മറ്റ് ഷിപ്പിനും. അല്ല, ഷിപ്പിനും ഉപയോഗിക്കാം, ഹെലികോപ്റ്റേഴ്സിനും ഫയർ ചെയ്യാം ടോർപിഡോ. സാറിന് അതുവരെ ഉപയോഗിക്കേണ്ടി വന്നില്ല? പ്രാക്ടീസിന് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ശത്രുവിന്റെ സബ്മറീൻ അഗൈൻസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല. ഈ മുങ്ങിക്കപ്പലിനെ തേടിയിട്ട് ഇടയ്ക്ക് പോകുന്നുണ്ടല്ലോ, അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക ഹെലികോപ്റ്ററിലാണോ പോകുന്നത്? സീക്കിങ് അതിൻ്റെ ആദ്യത്തെ ജോബ് ഈ ആൻറ്റി സബ്മറീനാണ്. ഈ ഫുൾ എയർക്രാഫ്റ്റ് ഇസ് ഡിസൈൻഡ് ഈ സബ്മറീനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ സോണാർ അതിൽ ഓൾറെഡി ഫിറ്റഡ് ആണ്. സോണാർ ഫിറ്റഡ് ആണ്. പിന്നെ സോണോ ബോയ്സ് ഞങ്ങൾ ക്യാരി ചെയ്യും. ഈ സോണോ ബോയ്സ് എന്ന് പറയുന്നത് ഈ സോണാറിൻ്റെ സെയിം റോൾ പ്ലേ ആണ്. പക്ഷെ അത് നമുക്ക് വെള്ളത്തിലേക്ക് എറിയാം. അത് ചെറിയൊരു ക്യാൻഡിൽ യു ത്രോ ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ വീണാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിപ്ലോയ്. അപ്പോൾ അതും എമിറ്റ് ചെയ്യും, നോയ്സ് എമിറ്റ് ചെയ്യും, അതും ഡിറ്റക്ട് ചെയ്യും സബ്മറീനെ. അത് വളരെ ടെക്നിക്കലാണ്. അതായത് ബോംബുകളൊക്കെ ഉണ്ടാവില്ലേ അത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വി ക്യാരി ദാറ്റ് ഓൾസോ. അത് ഫുൾ ടൈം ഉണ്ടാവില്ലേ? അത് ഡിപ്പെൻഡിങ് ഓൺ ദ മിഷൻ ദാറ്റ്. അത് നമ്മൾ ഓരോ സമയത്ത് ഓരോ മിഷന് നമ്മൾ ചെയ്യണമനുസരിച്ച് നമ്മൾ ലോഡ് ചെയ്യും. ടോർപിഡോ ചിലപ്പോൾ ലോഡഡ് ആവും, ചിലപ്പോൾ ഡെപ്ത് ചാർജ് എന്ന് പറയുന്നത് വാട്ടർ ബോംബ്. ഈ സബ്മറീൻ അഗെയിൻസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഡെപ്ത് ചാർജ്. അതൊരു ഡെപ്തിൽ ഒരു കൃത്യ ഡെപ്ത് പോയിട്ട് അത് പൊട്ടും, സബ്മറീൻ്റെ അടുത്ത് പോയിട്ട് അത് പൊട്ടും. അപ്പോൾ അത് പൊട്ടുമ്പോൾ അതുണ്ടാക്കുന്ന പ്രഷർ വേവ്സ് വിൽ കിൽ ദ സബ്മറീൻ. അന്റാർട്ടിക്കയിലെ എക്സ്പെഡിഷന് പോയിട്ടുള്ള കുറേ സയൻറ്റിസ്റ്റുകളെ അവിടെ പെട്ടുപോയിട്ട് ഒരു രക്ഷിച്ച കഥ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് എന്തിനാണ് അന്റാർട്ടിക്കയിൽ പോയത്? ആ കഥ എന്ന് പറയും. ഓൾ ഭൂഖണ്ഡം മുഴുവനെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര റിസർച്ച് ഒരു സ്ഥലമാണ്. ഇന്ത്യയും അതിൻ്റെ ഒരു ഫുൾ ട്രീറ്റി മെമ്പറാണ് അന്റാർട്ടിക്കേൻ്റെ. അപ്പോൾ എല്ലാ കൊല്ലവും ഇന്ത്യൻ ഒരു സയൻറ്റിഫിക് എക്സ്പെഡീഷൻ അന്റാർട്ടിക്കയിലേക്ക് നടത്തും. വലിയ വലിയ സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ടാണ് ഈ എക്സ്പെഡീഷന് പോവുക. ഇതിൻ്റെ സപ്പോർട്ട് മുഴുവൻ മിലിറ്ററി, ആർമി, നേവി, എയർഫോഴ്സാണ്. മൈത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഭാരതി സ്റ്റേഷനിലേക്കൊക്കെ പോകാൻ ആർമീൻ്റെ ആവശ്യം വരും,
പിന്നെ അവിടെ ആൾക്കാർക്ക് നടക്കാനും വേറെ വണ്ടിയൊന്നുമില്ല, അപ്പോൾ ഫ്ലൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ പോകും, ഹെലികോപ്റ്റേഴ്സ് കൊണ്ടുപോകും. അപ്പോൾ എക്സ്പെഡിഷൻ ടീമിന്റെ സയന്റിസ്റ്റുകളെ കൂടെ എപ്പോഴും സേനാ വിഭാഗം ഉണ്ടാവും. 3 സേനയിൽ നിന്നും, ആർമിയിൽ നിന്നും ഉണ്ടാവും, നേവിയിൽ നിന്നും ഉണ്ടാവും, എയർഫോഴ്സിൽ ഉണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യം പോയത് 1989 10th എക്സ്പെഡീഷനാണ് ഞാൻ പോയത്. ഒരു ദിവസം ഞാനൊരു 4 സയൻറ്റിസ്റ്റിനെ ഒരു മലേൻ്റെ മുകളിൽ കൊണ്ടേ ഇറക്കി. ഞാൻ തിരിച്ച് ഷിപ്പിലേക്ക് വന്നു. ഫുൾ മഞ്ഞുമല ഷിപ്പിൽ വന്നു. അപ്പോൾ അവർക്കൊരു 3.5 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് അവരെ മറ്റേ ഹെലികോപ്റ്റർ അവരെ പിക്കപ്പ് ചെയ്ത് മൈത്രി സ്റ്റേഷനിൽ പോകാൻ, അതായിരുന്നു പ്ലാൻ. പക്ഷേ അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് കാലാവസ്ഥ മാറും. വളരെ ക്ലിയർ ആയിട്ടുള്ള കാലാവസ്ഥയിൽ നിന്ന് ഒരു കംപ്ലീറ്റ് മഞ്ഞുമഴയാവാൻ, ഒരു ബ്ലിസേർഡ് എന്ന് അതിന് പറയാം അന്റാർട്ടിക്കയിൽ പറഞ്ഞാൽ. അതിനൊരു അരമണിക്കൂർ 40 മിനിറ്റ് മതി. ഒരു പ്രാവശ്യം ബ്ലിസേർഡ് വന്നാൽ പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ബ്ലിസേർഡ് സെറ്റിൽ ചെയ്യുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് അവരുടെ നിന്ന് രക്ഷപ്പെടുത്തിയില്ലാച്ചാൽ അവരൊക്കെ മരിച്ചു പോകും. അപ്പം മറ്റേ ഹെലികോപ്റ്റർ അന്ന് കഷ്ടകാലത്തിന് സ്റ്റാർട്ടായി, അത് എന്തോ തകരാറ് പറ്റി. അവരെ ഞാൻ രക്ഷപ്പെടുത്തിയില്ല, അവർ മരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ കൊണ്ട് ഇറക്കിയതാണ് അവരെ 4 പേരെ. അപ്പോൾ ആ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വളണ്ടിയർഡ് ദാറ്റ് ഐ വിൽ ഗോ. ഞാൻ അവിടെ പോയി അവരെ 4 പേരെ രക്ഷപ്പെടുത്തി ഷിപ്പിൽ കൊണ്ടുവന്നു. അതിനാണ് എനിക്ക് നൗസേന മെഡൽ കിട്ടിയത്. പക്ഷെ നമുക്ക് പരിചിതമല്ലാത്തൊരു ഭൂമിശാസ്ത്രവും കാലാവസ്ഥയൊക്കെ അല്ലേ അവിടെ, അത് ഇവിടത്തെ എത്രത്തോളം വ്യത്യസ്തമാണ്? അന്ന് അവിടെ നേരിട്ട് റിസ്കുകൾ എന്തൊക്കെയായിരുന്നു ആരക്ഷാ പ്രവർത്തനത്തിൽ? ഭയങ്കര, നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത ഒരു പ്രകൃതിയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. നല്ല സമയത്ത്, അതായത് കാലാവസ്ഥ മോശമല്ല എന്ന സമയത്ത് നമുക്ക് കണ്ണെത്താ ദൂരത്തേക്കുള്ള മലമുകളിൽ നമുക്ക് കാണാം. അതായത് യു ക്യാൻ സീ അറ്റ് ഇൻഫിനിറ്റി. നമ്മുടെ കണ്ണിന്റെ ഫോക്കസ് അറ്റ് ഇൻഫിനിറ്റി, നല്ല ക്ലിയർ ആയിരിക്കും, വെരി ക്ലിയർ. അത്ര അവിടെ പൊടി പടലമൊന്നുമില്ല. കാരണം നമ്മൾ അപ്പോൾ അതുകൊണ്ട് പൊടിപടലമില്ലാത്ത കാരണം വിസിബിലിറ്റി ഭയങ്കര വിസിബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്താൽ, പക്ഷെ അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആണ്. അതായത് ടേക്ക് ഓഫ് ചെയ്താൽ സാധാരണ നമ്മളൊരു മല ഒരു 20 കിലോമീറ്റർ കാണുന്ന മല 200 കിലോമീറ്റർ ദൂരത്തുള്ള മല നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കൺഫ്യൂഷനാണ്, എത്ര ഫ്ലൈ ചെയ്താലും നമ്മൾ അവിടേക്ക് എത്തൂല. അപ്പോൾ അതൊരു ഭയങ്കര ഒരു വിഷ്വൽ ഇല്യൂഷനാണ്. അത് കാറ്റ്, വെരി സ്ട്രോങ് വിൻസ്. സംടൈംസ് നമ്മൾ മുമ്പിലേക്ക് ഫ്ലൈ ചെയ്യണേക്കാട്ടിലധികം ഹെലികോപ്റ്റർ സൈഡിലേക്ക് പോകണം സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്രയധികം കാറ്റാണ് അവിടെ. പറഞ്ഞാൽ ശാരീരിക ക്ഷമത വേണമല്ലോ. അതല്ല, ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് ഡിസോറിയന്റേഷൻ. ഈ പൈലറ്റ്സിന്, എസ്പെഷ്യലി ഹെലികോപ്റ്റർ പൈലറ്റ്സിന് ഏറ്റവും അധികം ആക്സിഡൻറ്റ്സ് ലോകത്തിൽ നടന്നിട്ടുള്ളത് ഈ ഒരു കാരണം കൊണ്ടാണ്. സ്പേഷ്യൽ ഡിസോറിയന്റേഷൻ എന്ന് പറയും. ഈ ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല, ചില മഴയോ ലോ വിസിബിലിറ്റിയോ രാത്രി സമയങ്ങളോ ആണെങ്കിൽ പിന്നെ പൈലറ്റ്സ് ഉള്ളിലത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയിട്ട് വേണം ഫ്ലൈ ചെയ്യാൻ. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കി ഫ്ലൈ ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താ വെച്ചാൽ നമ്മൾ ഈ മുമ്പിൽ കാണുന്നത് നമ്മൾ വിശ്വസിക്കില്ല. നമ്മുടെ മനസ്സ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വേറെന്തോ, നമ്മുടെ ബോഡി സെൻസേഷൻസ് വേറെന്തോ പോലെ നമുക്ക് തോന്നും. അപ്പോൾ കംപ്ലീറ്റ് കൺഫ്യൂഷൻ, ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷനാണ്. അപ്പോൾ വൺസ് യു ഗെറ്റ് ഡിസോറിയൻറ്റഡ് പിന്നെ ഇത് ലെവൽ ആക്കി ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പല ഹെലികോപ്റ്റേഴ്സും ക്രാഷ് ചെയ്യണത്. ഈ ലോകത്തിൽ നടക്കുന്ന ഒരു 90% ഹെലികോപ്റ്റേഴ്സ് ആക്സിഡൻസിൻ്റെ കാരണം ഈ സ്പേഷ്യൽ ഡിസോറിയൻറ്റേഷനാണ്. നമ്മൾ ഈ ഹെലികോപ്റ്റർ ഇങ്ങനെ ഹോർ ചെയ്യുമ്പോൾ, ഈ സീക്കിംഗ് എന്നുള്ള ഹെലികോപ്റ്റർ ഇങ്ങനെ കുറച്ച് ഒരു ലെഫ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ രാത്രി പകൽ ഹോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളറിയാം, പുറത്തത്തെ ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല വെച്ചാൽ നമ്മളിത് നേരെയാക്കും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ മുമ്പിൽ കാണുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ വിശ്വസിക്കില്ല. അപ്പോൾ നമ്മുടെ ബോഡി പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെരിഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ നമ്മളിത് നേരെയാക്കാൻ ശ്രമിച്ചാൽ എയർക്രാഫ്റ്റ് വിൽ ഡിപ്പാർട്ട്. അപ്പോഴാണ് ഡിസോറിയൻറ്റേഷൻ വരിക. അതൊക്കെയാണ്, ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഡേഞ്ചർ. ഈ എയർക്രാഫ്റ്റിനുണ്ടല്ലോ എപ്പോഴും റൂട്ട് മാപ്പ് ഉണ്ടാവുമല്ലോ, ഇന്ന സ്ഥലം ഇന്നത്. പക്ഷെ രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ പോകുമ്പോൾ നമുക്ക് റൂട്ട് മാപ്പ് ഇല്ലല്ലോ. അപ്പൊ എന്തിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹെലികോപ്റ്റർ ഓടിക്കുന്നത്? ആദ്യം നമുക്കൊരു ഇന്റലിജൻസ് കിട്ടും. ഇങ്ങനെ ഒരു ഏരിയ, ഒരു വൈഡ് ഏരിയയിലാണ് ഈ സൈക്ലോൺ നടക്കുന്നത്. അല്ലാതെ ഒരു സ്ഥലം ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഷിപ്പ് ഇന്നൊരാൾ കഷ്ടകാലത്തിന് വെള്ളത്തിൽ വീണാലും കൃത്യം സ്ഥലം എന്നൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അവിടെ ഏകദേശം ആ സ്ഥലത്ത് പോയി ഫ്ലൈ ചെയ്ത് അവിടെ ഒരു സെർച്ച് ചെയ്യണം. ഈ സെർച്ച് ചെയ്താൽ തന്നെ അവരെ കണ്ടുപിടിക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. കൃത്യം സ്ഥലം ഷിപ്പ് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ പല സമയത്തും അവിടെ പോയി സെർച്ച് ചെയ്തിട്ട് ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ വ്യൂ ഇല്ലെങ്കിൽ എന്തിനാശ്രയിച്ചാണ് ഈ പൈലറ്റ് ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്നത്? എല്ലാ എയ്റോപ്ലെയിൻസും ഒരു 6 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ആ 6 ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് സേഫായിട്ട് ഫ്ലൈ ചെയ്യാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഹൊറൈസൺ. അതായത് പുറത്തത്തെ ഹൊറൈസൺ നമുക്ക് കാണാൻ പറ്റില്ല വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം ഹൊറൈസൺ എങ്ങനെയാണ്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് വിൽ ടെൽ യു നമ്മൾ എത്ര ഉയരത്തിലാണ് ഫ്ലൈ ചെയ്യണത്. അതിനാണ് ഓൾട്ടിമീറ്റർ എന്ന് പറയും.
പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ എന്ത് സ്പീഡിലാണ് ഫ്ലൈ ചെയ്യണമെന്ന് പറയും, അതിനാണ് എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയും. പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ഡയറക്ഷൻ, ദിക്കും ദിശയും എവിടേക്കാണ്, ഏത് ദിക്കിലാണ് ദിശയിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യണം, അതിനാണ് കോമ്പസ് എന്ന് പറയും. പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് കാണിക്കുന്നത് വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ, അതായത് നമ്മൾ മുകളിലേക്കോ താഴത്തേക്കോ എന്ത് റേറ്റിലാണ് ക്ലൈംബ് ചെയ്യണത് അല്ലെങ്കിൽ ഡിസെൻഡ് ചെയ്യണം അത് കാണിക്കാനാണ് വെർട്ടിക്കൽ സ്പീഡ് ഇൻഡിക്കേറ്റർ. ദ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഇൻസ്ട്രുമെൻസിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്ലൈ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഈ ഹൊറൈസൺ ആകുമ്പോൾ നമുക്ക് ഈ ഫുൾ പെരിഫറൽ വിഷനിൽ നമുക്ക് ഹൊറൈസൺ കാണാം. അപ്പോൾ ഒരിക്കലും നമുക്ക് കൺഫ്യൂഷൻ വരില്ല. അതിന് പകരം നമ്മൾ ഈ ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് നോക്കി ഫ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് അറിയാതെ നമ്മൾ ആ കോൺസെൻട്രേഷൻ പോകും. അതാണ് ഡിസോറിയന്റേഷൻ. അത് പ്രാക്ടീസ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഫ്ലൈയിങ്ങിന് നല്ല പ്രാക്ടീസ് ചെയ്ത് എന്നും ഇൻസ്ട്രുമെന്റ്സിനെ വിശ്വസിക്കാനുള്ളൊരു മനഃശക്തി കൊണ്ടുവരണം. ഒരിക്കലും അത് പറയണം തെറ്റല്ല എന്ന് നമ്മളോട് പറയണം. കാഴ്ചയും ഇൻസ്ട്രുമെന്റ്സും എന്നും കറക്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ ബോഡി തരുന്ന സെൻസേഷൻസ് വേറെയാവും. അതെ, ഇപ്പം നമ്മൾ ഇഫ് യു ആർ ടേണിങ്, നമ്മൾ ഒരു എയർക്രാഫ്റ്റ് ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ടേൺ കഴിഞ്ഞ് നേരെ വെച്ചാലും നമുക്ക് തോന്നും നമ്മൾ തിരിയാണെന്ന് തോന്നും. ചെരിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ നമ്മൾ അതിനെ വിശ്വസിക്കരുത്, മുമ്പിൽ കാണുന്ന ഇൻസ്ട്രുമെന്റ്സിനെ വിശ്വസിക്കാൻ പാടുള്ളൂ. അതാണ് ട്രെയിനിങ്ങിൻ്റെ ഒരു മെയിൻ. അത് സാധാരണ പൈലറ്റിനെ ട്രെയിൻ ചെയ്യുമ്പോൾ അത് എപ്പോഴും നല്ലോണം ട്രെയിൻ ചെയ്ത് വിടണം. ഇപ്പം സേനാ വിഭാഗങ്ങളെ പറ്റിയിട്ട് ആളുകൾക്കൊക്കെ എപ്പോഴും ഉള്ള ഒരു സംശയമാണ്, കാരണം യുദ്ധങ്ങളൊന്നും അധികം വരുന്നില്ലല്ലോ, എപ്പോഴെങ്കിലും രക്ഷാപ്രവർത്തനം എന്താണ് നിങ്ങൾ ഈ വർഷത്തിലെ 365 ദിവസം ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഒരു ലഫ്റ്റനന്റ് കേണൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് ഞങ്ങൾ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന് 1000-ലധികം ദിവസങ്ങളുടെ ഞങ്ങളുടെ ഒരു പരിശീലനം ഉണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ഔട്ട്കമാണ് ആ ഒരു ദിവസം ഞങ്ങൾക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു ദിവസത്തെ ഒരു റുട്ടീൻ വർക്ക് എങ്ങനെയാണ് നിങ്ങൾ ഒരു വലിയൊരു വിപത്തിനെതിരെ സ്വയം സജ്ജരാകുന്നത് എങ്ങനെയാണ്? ഇത് ഡെയിലി ഈ ഫ്ലൈയിങ് എന്നുള്ളൊരു പ്രൊഫഷന് എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഹാവ് ടു ബി ഇൻ പ്രാക്ടീസ്, യു ഹാവ് ടു ബി കറണ്ട് എന്നാണ് പറയുക. ഞങ്ങൾ ഒരു ബ്രേക്ക് കിട്ടിയാൽ പിന്നെ സേഫായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. സാധാരണ ഞങ്ങൾ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാലാവസ്ഥ ബ്രീഫിംഗ് കാണും, ഒരു മെറ്റ് ബ്രീഫിംഗ്. അപ്പോൾ അന്ന് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അന്നത്തെ ഞങ്ങൾ ആ ഏരിയയിലത്തെ കാലാവസ്ഥയെ പറ്റി ഡിസ്കസ് ചെയ്യും, കാറ്റിൻ്റെ ഗതിയെ പറ്റി സംസാരിക്കും, പിന്നെ സൂര്യ ഉദിക്കണ സമയം, അസ്തമിക്കണ സമയം, അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ, ചന്ദ്രൻ്റെ ഫേസ്, മൂൺ ഫേസ്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോണ ആ പർട്ടിക്കുലർ മിഷനെ പറ്റി സംസാരിക്കും. എല്ലാ ക്രൂ മെമ്പേഴ്സും ഒന്നിച്ചിരുന്നിട്ട് നമ്മളെന്താ ചെയ്യാൻ പോണത്, എവിടുന്ന് എപ്പോൾ പോവും, ഏത് ദിശയിൽ ഫ്ലൈ ചെയ്യും, ഏത് ഹൈറ്റിൽ ഫ്ലൈ ചെയ്യും, നമ്മൾ അവിടെ എത്തുമ്പോൾ എങ്ങനെ പോവും, അവിടെ എത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഇത് ഫുൾ പ്രൂഫ് ഡിസ്കഷനും ഈ ബ്രീഫിങ്ങിനും ശേഷമാണ് ഞങ്ങൾ എയർക്രാഫ്റ്റിലേക്ക് നടക്കുക. അപ്പോൾ ഇതൊരു ദിവസവും രാവിലെ മുതൽക്ക് ഞങ്ങൾ ഈ പ്രാക്ടീസിലാണ്. ഫ്ലൈ ചെയ്യും, എല്ലാ ദിവസവും ഫ്ലൈ ചെയ്യണം. ഈ ഹെലികോപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നുക. കാറിലുള്ള വിവിധ തരം കാറുകൾ നമുക്കറിയാം, പക്ഷേ ഹെലികോപ്റ്റർ സംബന്ധിച്ച് നമുക്ക് എല്ലാം ഒരുപോലെ തോന്നും. ഏതൊക്കെ തരം ഹെലികോപ്റ്ററാണ് നമുക്ക് ഉള്ളത് നാവികസേനയിൽ? ഹെലികോപ്റ്റർ പല സൈസിലുള്ള ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഏറ്റവും ചെറുത് ഈ സിംഗിൾ എഞ്ചിൻ, ഒരു എഞ്ചിനുള്ള ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ബാംഗ്ലൂർ HAL പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേതക് എന്നുള്ള ഹെലികോപ്റ്റേഴ്സ്, അത് ചെറിയ ഹെലികോപ്റ്ററാണ്. അത് പിന്നെ ഉള്ളത് വലിയ ഹെലികോപ്റ്റേഴ്സ് നേവി ഉപയോഗിക്കുന്നത് HAL, ബാംഗ്ലൂർ HAL ഉണ്ടാക്കുന്ന ALH അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്റേഴ്സ്. ഇംഗ്ലണ്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സീക്കിംഗ്, ഞാൻ ഫ്ലൈ ചെയ്തിരുന്ന സീക്കിംഗ് ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. റഷ്യയിൽ നിന്ന് ഇന്ത്യൻ നേവി വാങ്ങിയ കമോ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിയ SH-60 അഥവാ റോമിയോ എന്ന് പേരുള്ള ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. റഷ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഹെലികോപ്റ്റേഴ്സ് കമോവിൽ ഒരു പൈലറ്റേ ഉള്ളൂ. വേറെ ബാക്കി എല്ലാ ഹെലികോപ്റ്റേഴ്സിലും ചേതക്കിലാണെങ്കിലോ സീക്കിങ്ങിലാണോ ALH ആണെങ്കിലോ റോമിയോയിലാണെങ്കിൽ 2 പൈലറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ റൈറ്റിൽ ഒരു പൈലറ്റ് ഉണ്ടാവും, ലെഫ്റ്റിൽ ഒരു പൈലറ്റ് ഉണ്ടാവും. അതിൽ ഇന്ന സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഈ എയർക്രാഫ്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് ചില എക്യുപ്മെൻറ്റ്സും ഒരു റൈറ്റ് സൈഡിലാണെങ്കിൽ ചില സ്വിച്ചസ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ എല്ലാ എയർക്രാഫ്റ്റും ഒരു സീറ്റ് ഗെറ്റ്സ് ഡെസിഗ്നേറ്റഡ് ആസ് എ ക്യാപ്റ്റൻ സീറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പൈലറ്റ് സീറ്റ്, ആൻഡ് മറ്റേ സീറ്റ് ഗെറ്റ്സ് ഡെസിഗ്നേറ്റഡ് ആസ് എ സെക്കൻഡ് പൈലറ്റ് സീറ്റ് ഓർ കോ പൈലറ്റ് സീറ്റ്. ഹെലികോപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടേ അതിൻ്റെ ഒരു ഫിസിക്സ് മനസ്സിലാക്കുന്നതിലേ ഒരു ബേസിക് അറിവ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും ആവശ്യം അത് ഒരു സ്ഥലത്ത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ അതിന് ഹെലികോപ്റ്ററിൻ്റെ ഗുണങ്ങളുള്ളൂ. അതിന് റൺവേൻ്റെ ആവശ്യമില്ല. ഓപ്പൺ ഏരിയയിൽ ഹെലികോപ്റ്റേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ബി ഡിസൈൻ ഇൻ എ സർട്ടൻ മാനർ. ആ ഡിസൈനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് മുകളിൽ ഈ വട്ടത്ത് തിരിയണ വിങ് ആയ കാരണം മാത്രമാണ് അത്
ഇങ്ങനെ ഹെലികോപ്റ്ററിന് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ, ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫിക്സ്ഡ് വിങ് ആണ്. സാധാരണ പ്ലെയിൻ പോലെ ഫിക്സ്ഡ് ആണെങ്കിൽ അതിന് ഫ്രണ്ട് പോയാൽ മാത്രമേ അതിന് ലിഫ്റ്റ് കിട്ടുള്ളൂ. മെയിൻ ലിഫ്റ്റിംഗ് എക്യുപ്മെൻ്റ് ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് ഈ മെയിൻ റോട്ടർ ബ്ലേഡ്സ് ആണ്. പിന്നെ ഇത് തിരിക്കാൻ വേണ്ടി പവർ ആണ് എൻജിൻസ് എന്ന് പറയുന്നത്. ഈ ബ്ലേഡ്സ് ലിഫ്റ്റിന് ആവശ്യമുണ്ടെങ്കിൽ ഈ ബ്ലേഡ്സിനെ തിരിക്കണത് ഈ മെയിൻ ഗിയർ ബോക്സ് ആണ്. അതെ, സോ ദ മെയിൻ ഗിയർ ബോക്സ് ക്യാൻ ബി കോൾഡ് ദ ഹാർട്ട് ഓഫ് ഹെലികോപ്റ്റർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതാണ്. ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ഫോർ ഹെലികോപ്റ്റർ. ഈ മറ്റ് എയർക്രാഫ്റ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഹെലികോപ്റ്റർ അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ടാവും, വെല്ലുവിളികളും ഉണ്ടാവും. കാരണം സായുധ സേനയിൽ തന്നെ പല സേനാംഗങ്ങളും മരിച്ച അപകടങ്ങളിൽ കൂടുതലായിട്ട് ഹെലികോപ്റ്റർ അപകടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഹെലികോപ്റ്റർ ഓടിക്കുന്നതുകൊണ്ടുള്ള വെല്ലുവിളിയും അതിൻ്റെ ഗുണങ്ങളും ഒന്ന് പറയുമോ? ഹെലികോപ്റ്റേഴ്സിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളാണ്. എന്ത് ദുർഘടം വന്നാലും ഹെലികോപ്റ്റേഴ്സിനെ കൊണ്ട് പലരെയും രക്ഷപ്പെടുത്താം. അതേസമയം ഹെലികോപ്റ്റേഴ്സിന് പല ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സ്പീഡിൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല ഹെലികോപ്റ്റേഴ്സ്. ഒരിക്കലും മറ്റേ പ്ലെയിൻ ഫ്ലൈ ചെയ്യണം അത്ര സ്പീഡിൽ ഹെലികോപ്റ്റേഴ്സിന് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത്ര അധികം ദൂരത്തേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, റേഞ്ച് ഇസ് ലിമിറ്റഡ്. പിന്നെ അത് ഭയങ്കര ഉയരത്ത് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് പ്രഷറൈസ് കോക്പിറ്റ് അല്ല ഹെലികോപ്റ്റേഴ്സിന്, ഓക്സിജൻ ഇല്ല. അപ്പോൾ ഒരു 10,000 അടിയിൽ മേലെ ഹെലികോപ്റ്റേഴ്സ് ഫ്ലൈ ചെയ്യണം വളരെ കുറച്ച് സമയത്തേക്കേ പറ്റുള്ളൂ, വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷേ ആർമീൻ്റെ ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റേഴ്സ് എവറസ്റ്റ് പർവ്വത മുകളിൽ മലകളിൽ പല സ്ഥലത്തും നമ്മൾ സ്ഥിരമായിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട്. 20,000 അടി മുതൽ നമ്മൾ ഹെലികോപ്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ഞങ്ങളുടെ നാവികസേനയിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്റേഴ്സ് ഒന്നും 10,000 അടീന് മുകളിൽ ഞങ്ങൾ ഫ്ലൈ ചെയ്യാറില്ല, കാരണം അതിന് ഓക്സിജൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്ററിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇതിന്ന് ഹെലികോപ്റ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ പൈലറ്റ്സിന് മാർഗ്ഗമില്ല. ഈ ഫൈറ്റർ എയ്റോപ്ലെയിൻസിന് അവർക്ക് എന്തെങ്കിലും പ്ലെയിൻസിന് എന്തെങ്കിലും തകരാറ് പറ്റിയാൽ അവർക്ക് ഇജക്റ്റ് ചെയ്യാം. സീറ്റ് ഇജക്ഷൻ എല്ലാ ഫൈറ്റർ എയർക്രാഫ്റ്റ്സിനും ഇജക്ഷൻ സീറ്റ്സിലാണ് ഫ്ലൈ ചെയ്യുക. ഹെലികോപ്റ്റേഴ്സിന് ഇജക്ഷൻ സീറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ മുകളിൽ ഈ ഹെലികോപ്റ്ററിൻ്റെ ഈ റോട്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഈ ഇജക്ഷൻ മുകളിലേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു ഡയറക്ഷനിലേക്കും ചെയ്യാൻ പറ്റില്ല. ഏത് ഡയറക്ഷനിലേക്ക് ഇജക്റ്റ് ചെയ്താലും നമ്മുടെ സ്പൈൻ ബ്രേക്ക് ആവും. അപ്പോൾ മുകളിലേക്ക് മാത്രമേ ആ ആക്സിസിൽ മാത്രമേ ഇജക്ഷൻ മുകളിൽ റോട്ടേഴ്സ് ഉള്ള കാരണം ഒരു ഹെലികോപ്റ്ററിലും. അപ്പോൾ അതുകൊണ്ട് ഇജക്ഷൻ സീറ്റ്സ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും യന്ത്ര തകരാറ് പറ്റിയാൽ ആ ഹെലികോപ്റ്റർ ഫോഴ്സ് ലാൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ പൈലറ്റ്സിന്. അങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്താലുള്ള സർവൈവൽ സാധ്യത എത്രയാണ്? ഐ വുഡ് സേ മോർ ദാൻ 50% ചാൻസ് ദാറ്റ് യു വിൽ സർവൈവ്. ഒരു സംശയമില്ല, ഇത് കറക്റ്റായിട്ട് ഫ്ലൈ ചെയ്താൽ. പക്ഷേ നിർഭാഗ്യവശാൽ സർവൈവൽ ടെക്നിക്സ് അതൊന്നുമില്ല. ഹെലികോപ്റ്റർ ഹാസ് ടു ബി ഓട്ടോ റൊട്ടേറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർക്രാഫ്റ്റ് ഹാസ് ടു ബി ഓട്ടോ റൊട്ടേറ്റഡ്. അപ്പോൾ ഈ ഓട്ടോ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അധികം ദൂരത്തേക്കും നമുക്ക് ഈ ഓട്ടോ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. കൃത്യം നമ്മുടെ താഴത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി ലാൻഡ് ചെയ്യണം. അപ്പോൾ ഇത് സ്പീഡിൽ താഴത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ എവിടെ ഇത് ഇടിച്ചിറക്കാൻ പറ്റുന്ന സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ചിലപ്പോൾ ആ ഡിസിഷൻ തെറ്റും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ മുകളിൽ നമ്മൾ വിചാരിക്കുക ഈ ഗ്രൗണ്ടിൽ നമുക്ക് ചെയ്യാം. ഓട്ടോറേറ്റ് ചെയ്ത് വരുമ്പോൾ സഡൻലി നമ്മൾ അവിടെ ഒരു ഹൈ ടെൻഷൻ വയർ കാണും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അത്ര സ്ഥലമില്ല. അപ്പം ഈ റോട്ടിൻ്റെ അറ്റം വല്ല മരത്തിലും മുട്ടും. അങ്ങനത്തെ ഡേഞ്ചേഴ്സ് ഉണ്ട്. ഈ മരത്തിന്റെ മുകളിൽ ഇടിക്കുന്നത് ഒന്നുകൂടി സേഫ് അല്ലേ? അല്ല, അല്ലല്ല, ബ്രേക്ക് ദ ഹെലികോപ്റ്റർ. ഒന്നും എവിടെ തൊട്ടാലും ഡേഞ്ചറാണ്. പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിൽ മാത്രമേ ഇതിനെ ഫോഴ്സ് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റത് നമ്മളൊരു ലെവലല്ലാത്ത ഗ്രൗണ്ടിൽ വന്ന് ലാൻഡ് ചെയ്താൽ തന്നെ ഹെലികോപ്റ്റർ അവിടെ ടോപ്പിൽ ചെയ്യും, സൈഡിലേക്ക് മറിയും. ഹെലിപാഡിലാണല്ലോ ഹെലികോപ്റ്റർ പൊതുവെ ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ നാവികസേനയെ സംബന്ധിച്ച്, നാവികസേനയിലുള്ള ഹെലികോപ്റ്റർ പൈലറ്റിനെ സംബന്ധിച്ച് ഈ മൂവ് ചെയ്യുന്ന ഒരു ഹെലിപാഡിലാണ് ലാൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ വെല്ലുവിളി കൂടുതലല്ലേ? അതെ, സംശയമൊന്നുമില്ല. അത് വളരെ ചാലഞ്ചിങ് ആണ്. റഫ് സീസിൽ ഈ ഷിപ്പിൻ്റെ മോഷനും കൂടും, അതിന് പിച്ചിങ്ങും റോളിങ്ങും ഒക്കെ കൂടും. അപ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് പകലല്ല, രാത്രിയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം രാത്രി നമുക്കിതൊന്നും കാണാൻ പറ്റില്ല. ആകെ ഒരു ഷിപ്പിൻ്റെ ഹെൽമെഡേക്കിൻ്റെ മുകളിലൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് GPI, ഗ്ലൈഡ് പാത്ത് ഇൻഡിക്കേറ്റർ. ആ ഒരൊറ്റ ലൈറ്റ് ഹെൽപ്പിനുള്ളൂ ലാൻഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഷിപ്പിൻ്റെ മോഷനും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് ദൂരത്ത് നിന്ന് കാണാൻ പറ്റില്ല. അടുത്ത് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഷിപ്പിൻ്റെ ഈ റോളിങ്ങും പിച്ചിങ്ങും കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഷിപ്പ് എപ്പോഴും മുമ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഈ ഷിപ്പ് മുമ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഷിപ്പ് റോൾ ചെയ്യും, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റോൾ ചെയ്യും, മുമ്പിലേക്കും ബാക്കിലേക്കും പിച്ച് ചെയ്യും. ഇങ്ങനെ വേറൊരു ഹീവ് എന്ന് പറഞ്ഞ വേറൊരു മോഷൻ ഉണ്ട് ഷിപ്പിന്. അങ്ങനെ പല മോഷൻസ്, ഒരു 360 ഡിഗ്രീസിൽ ഷിപ്പിൻ്റെ മോഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓരോ മോഷനും ഹെലികോപ്റ്റർ ഹോവറിൽ വന്നതിന് ശേഷം ഈ മോഷൻ കണ്ട് പഠിച്ച് വേണം ഇതിനെ അനങ്ങാതിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അഥവാ അത് എന്തെങ്കിലും കാൽക്കുലേഷനിൽ തെറ്റിയാൽ ഗെയിം പോലെ അല്ലേ? അയ്യോ, ഗെയിം എന്ന് പറയാം, ഇറ്റ്സ് എ ഡേഞ്ചറസ് ഗെയിം, വെരി ഡേഞ്ചറസ് ഗെയിം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് നേർരേഖയിലുള്ള കാഴ്ചയാണല്ലോ. താങ്കളുടെ ജീവിതത്തിലെ കാഴ്ച എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഏരിയൽ വ്യൂവിലുള്ളതാ. അപ്പം ഈ പറക്കുന്നതിനിടയിൽ പിന്നെ ലീവിലൊക്കെ നാട്ടിലേക്കൊക്കെ എത്തുമ്പല്ലേ എന്തെങ്കിലും രീതിയിലുള്ള വിഷ്വൽ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനെ സാധ്യമല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അന്റാർട്ടിക്കയിൽ പോയപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നമ്മൾ പരിചയപ്പെട്ടുള്ള സ്ഥലത്ത് നമ്മൾ കണ്ണ് കൊണ്ട് കാണാൻ പറ്റുന്ന ദൂരങ്ങൾ മനസ്സ് പഠിച്ചതും അന്റാർട്ടിക്കയിൽ എത്തുമ്പോൾ ആ ദൂരം അത്ര അധികം ആലോചിക്കാൻ പറ്റാത്ത ദൂരങ്ങൾ കാണുന്നത് നമ്മൾ കാണുന്നത് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അങ്ങനത്തെ സ്ഥലങ്ങളിൽ മാത്രമേ ഈ കൺഫ്യൂഷൻ വരുള്ളൂ. പോയ കാഴ്ചയിൽ ഏരിയൽ വ്യൂവിൽ ഏറ്റവും ഭംഗി തോന്നിയ സ്ഥലങ്ങൾ ഏതാ? എന്നോട് ചോദിക്കണമെങ്കിൽ കേരളത്തിൻ്റെ സഹ്യപർവ്വതത്തിനേക്കാളും ഭംഗിയുള്ള വേറെ ഒരു സ്ഥലം ഞാൻ ഫ്ലൈ ചെയ്തിട്ടില്ല. കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഭംഗി, പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗി, നമ്മുടെ കായലുകളുടെ ഭംഗി, നമ്മുടെ കോസ്റ്റിൻ്റെ ഭംഗി, ഇത്ര ഭംഗിയുള്ള രാജ്യം ലോകത്തില്ലാതെ തന്നെ വേണമെങ്കിൽ പറയാം. 34 വർഷത്തെ ഒരു സർവീസ് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും നമ്മളെ മൂവ് ചെയ്യിപ്പിച്ച ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും പറയാനുള്ളത് ഉണ്ടാവും? 1989 രാമേശ്വരത്തിനടുത്ത് അവിടെയായിരുന്നു ഞാൻ ഒരു ഹെലികോപ്റ്റർ അവിടെ ഫ്ലൈ ചെയ്യായിരുന്നു. രാവിലെ ആ കലക്ടർ വിളിച്ചു ഞങ്ങളെ, ഇങ്ങനെ പറഞ്ഞു ഒരു 3 ഗ്രാമങ്ങൾ വെള്ളത്തിലാണ്. അങ്ങനെ ഞാൻ ഹെലികോപ്റ്റർ കൊണ്ടുപോയി ഓരോരോ വില്ലേജിൽ നിന്നും ആൾക്കാരെ രക്ഷപ്പെടുത്തി. ഒരു ടെറസിൽ പോയപ്പോൾ ഒരു വയസ്സായ ഒരു സ്ത്രീ മാത്രം, വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹോവർ ചെയ്യണം ആ സ്ത്രീനെ രക്ഷപ്പെടുത്താൻ. അപ്പോൾ ഡ്രൈവർ എന്നോട് പറയുക, സർ ആ സ്ത്രീ വരാൻ സമ്മതിക്കുന്നില്ല, ഒരു ആടിനെ ആണ് തരണത്. അപ്പോൾ ആ സ്ത്രീ ഒരു ആടിനെ കെട്ടിപ്പിടിച്ചിരിക്കുക, അവിടെ നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ആടിനെ രക്ഷപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് രക്ഷ വേണ്ടൂ എന്ന് പറയണം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യുക, കാരണം ഈ ആനിമൽസിനൊന്നും ഒരിക്കലും രക്ഷപ്പെടുത്താനുള്ള റൂൾസ് റെഗുലേഷൻസ് ഇല്ല, അനുവദനീയമല്ല. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ അവർ എത്ര പറഞ്ഞിട്ടും ആ സ്ത്രീ കൂട്ടാക്കുന്നില്ല. എന്നെ രക്ഷപ്പെടുത്തേണ്ട, എൻ്റെ ആടിനെ രക്ഷപ്പെടുത്തും ആദ്യം, എന്നാൽ മാത്രമേ എനിക്ക് രക്ഷ വേണ്ടൂ. എനിക്ക് തോന്നുന്നു അത് വല്ലാതെ ടച്ച് ചെയ്തു. രക്ഷിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനെ പിന്നീട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടില്ല? കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു സാറിന്? വിശാഖപട്ടണത്ത് ഞാൻ ഫ്ലൈ ചെയ്തിരുന്ന ഒരു ദിവസം സഡൻലി അവിടെ ഒരു ഗ്യാസ് വെൽഡിങ് ഒരു എക്സ്പ്ലോഷൻ നടന്നു. അപ്പോൾ ഞാൻ ഫ്ലൈ ചെയ്ത് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ അവിടുന്ന് അവർ ഓടി വന്നിട്ട് അയാളെ എൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ബാക്കിൽ കയറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ. എല്ലാവരും ഒരു 3-4 ആൾക്കാർ ഓടി വന്നിട്ട് ഇയാളെ ഞാൻ ഹെലികോപ്റ്റർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ലാൻഡ് ചെയ്ത് ഫോർ എ ക്രൂ ചേഞ്ച്. ഞാൻ അന്ന് ട്രെയിനറായിരുന്നു. അപ്പോൾ ഒരു പൈലറ്റിനെ മാറ്റി മറ്റേ പൈലറ്റിനെ ട്രെയിൻ ചെയ്യാൻ ഞാൻ പോണ ആ സമയത്താണ് അവർ വന്നിട്ട് ഇയാളെ ഈ ആക്സിഡൻറ്റ് പറ്റിയുള്ള ആളെ എൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ബാക്കിൽ കയറ്റിയിട്ട് എന്നോട് പറഞ്ഞു ടേക്ക് ഓഫ്. വേഗം എൻ്റെ ലെഫ്റ്റ് സീറ്റിൽ ഒരു മെഡിക്കൽ സെയിലർ വന്ന് ഇരുന്നു. ഞാൻ ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ആക്സിഡൻ്റ് ആണ്, അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാ ഹെലികോപ്റ്റേഴ്സും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഈ മുമ്പിലേക്ക് താഴെ അങ്ങനെ ടേക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ടേക്ക് ഓഫ് ചെയ്ത ഹെലികോപ്റ്റർ മുമ്പിലേക്ക് താഴപ്പോൾ ഈ ബാക്കിൽ ഇരിക്കുന്ന ആളുടെ ചോര മുഴുവൻ എൻ്റെ കാലിൻ്റെ മുമ്പിൽ ഫുൾ ചോര. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാവണത്. എനിക്ക് അതുവരെ എന്താണെന്ന് മനസ്സിലായില്ല. ഈ എൻ്റെ കാലിൽ റഡർ പെഡൽസ്, താഴത്തെ കൺട്രോളിനാണ് റഡർ പെഡൽസ് എന്ന് പറയുക ഹെലികോപ്റ്റർ. അത് ചവിട്ടണ അവിടെ മുഴുവൻ ബ്ലഡ്, അതിൻ്റെ സ്മെല്ല്, എൻ്റെ ഷൂസ് സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി ഈ ബ്ലഡിൽ. അങ്ങനെ അപ്പോഴാണ് എനിക്കിതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായത്, ഇയാൾക്ക് സിവിയർ ആക്സിഡൻ്റ് ആണ്. പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ എൻ്റെ ലെഫ്റ്റിൽ വന്ന് കയറിയ മെഡിക്കൽ സെയിലറിൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബാഗ്, ആ പ്ലാസ്റ്റിക് ബാഗിൽ അറ്റുപോയ ഇയാളുടെ കൈ ആ ബാഗിൻ്റെ ഉള്ളിലായിരുന്നു. ഞാൻ ഞെട്ടി, സത്യം പറഞ്ഞാൽ തീരെ വിചാരിക്കാത്തൊരു ഞെട്ടലായിരുന്നു അത്. 14 വർഷത്തിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടു. പക്ഷെ അവർക്ക് ആ കൈ തുന്നിക്കെട്ടാൻ പറ്റിയില്ല, അവർ മരത്തിൻ്റെ കൈ ഫിറ്റ് ചെയ്ത് അയാൾ എന്നെ വന്ന് കണ്ടു. താങ്കൾ ഹെലികോപ്റ്റർ ഓടിച്ചുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ യന്ത്രത്തകരാറുകൾ വന്നിട്ട് തലനാരിഴക്കി രക്ഷപ്പെട്ട ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാനിവിടെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് സീക്കിംഗ് ഫ്ലൈ ചെയ്ത് ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഐ വാസ് കൺസോളിഡേറ്റിംഗ്. ദാറ്റ് ഇസ് ദ ടൈം. അന്നൊരു ദിവസം ഫ്ലൈ ചെയ്തപ്പോൾ ഒരു എഞ്ചിൻ ഫെയിലായി, 2 എഞ്ചിനിലത്തെ ഒരു എഞ്ചിൻ ഫെയിലായി. അങ്ങനെ അധികം എക്സ്പീരിയൻസ് ആയിരുന്നില്ല എനിക്ക് എയർക്രാഫ്റ്റിൽ. പക്ഷേ ആ ആക്ഷൻസൊക്കെ പഠിപ്പിച്ച് തന്ന പോലെ ചെയ്ത് സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു എഞ്ചിൻ ഫെയിൽ ആകുമ്പോൾ ഹെലികോപ്റ്റർ പിന്നെ ഹോവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സാധാരണ പ്ലെയിൻ വന്ന് ലാൻഡ് ചെയ്യണ പോലെ ഫോർവേഡ് സ്പീഡിൽ വന്ന് ലാൻഡ് ചെയ്യണം. ഇത്തരത്തിലുള്ള എഞ്ചിൻ ഫെയിലിയർ വരുമ്പോൾ പിന്നെ ഉണ്ടാകുന്ന പ്രൊസീജിയേഴ്സ് എന്താണ്? ആ എഞ്ചിന് ഇൻസ്പെക്ട് ചെയ്യും അവർ. എയർക്രാഫ്റ്റ് തർലി ശരിക്കും സംഭവിക്കാൻ പാടില്ലല്ലോ. അല്ല, അത് പറയാൻ പറ്റില്ലല്ലോ. യന്ത്രം ഏത് സമയത്തും യന്ത്രത്തിന് തകരാറ് വരാം. അതാരും വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല. അത്
ഫ്ലൈറ്റ് തുടങ്ങുന്നതിന് മുന്നേ അതിന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു പ്രീ ചെക്സ് എന്താണ്, ഒരു റുട്ടീൻ പ്രീ ചെക്സ്? പ്രീ ചെക്സ് എന്ന് പറയുന്നത് വെച്ചാൽ ടെക്നിക്കൽ എക്സാമിനേഷൻ. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ ബ്രീഫിംഗ്, അതായത് ഈ നമ്മൾ ഫ്ലൈ ചെയ്യാൻ പോണതിനെ പറ്റി വിസ്തരിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ടെക്നിക്കൽ ഓഫീസേഴ്സും സെയിലേഴ്സും എയർക്രാഫ്റ്റ് ചെക്ക് ചെയ്യും. അതിനാണ് പ്രീ ഫ്ലൈറ്റ് എന്ന് പറയാം. പ്രീ ഫ്ലൈറ്റ് ചെക്ക്, എൻജിൻ ചെക്ക് ചെയ്യും, ഇലക്ട്രിക് കമ്പോണൻസ് ചെക്ക് ചെയ്യും, പിന്നെ എയർ ഫ്രെയിം ചെക്ക് ചെയ്യും, അങ്ങനെ റേഡിയോസ് ചെക്ക് ചെയ്യും, റഡാർ ചെക്ക് ചെയ്യും, വെപ്പൺസ് ചെക്ക് ചെയ്യും. അങ്ങനെ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽസ് ആൾക്കാരുണ്ട്. അവരൊക്കെ എയർക്രാഫ്റ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യും. സൈൻ ചെയ്തിട്ട് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ വേർത്തിയാണെന്ന് അവർ സർട്ടിഫൈ ചെയ്യും. അതിനുശേഷം പൈലറ്റ് ആ എയർക്രാഫ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇത് ഫ്ലൈയിങ് ചെയ്ത് വന്നതിന് ശേഷം ദർ പോസ്റ്റ് ഫ്ലൈറ്റ്. ഈ ടെക്നിക്കൽ ആൾക്കാർ ഫുൾ എയർക്രാഫ്റ്റ് ഇൻസ്പെക്ട് ചെയ്യും. ദോസ് ആർ കോൾഡ് ആഫ്റ്റർ ലാൻഡിങ് ചെക്സ്. ടെക്നിക്കൽ ആൾക്കാർ എയർക്രാഫ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈ എയർ ക്രൂ, അതായത് ഫ്ലൈ ചെയ്ത് വന്ന പൈലറ്റ്സും നാവിഗേറ്റേഴ്സും ഇരുന്നിട്ട് നമ്മൾ ഫ്ലൈ ചെയ്ത മിഷനെ പറ്റി തറലി ഡിസ്കസ് ചെയ്യും. അതിനാണ് ഡീബ്രീഫ്. അപ്പോൾ ആ ഡീബ്രീഫിൽ വി ടോക്ക് എക്സ്റ്റെൻസീവ്ലി. എല്ലാതും നമ്മൾ ഫ്ലൈ ചെയ്ത് എന്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു, എന്തൊക്കെ നമ്മൾ ചെറിയ തെറ്റ് പറ്റി നമ്മുടെ കയ്യിൽ, അതായത് തെറ്റല്ല, എന്തൊക്കെ നമുക്ക് കുറച്ചും കൂടി നന്നായി ചെയ്യാമായിരുന്നു, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് മുഴുവൻ നമ്മൾ കാണും. ഹെലികോപ്റ്ററിനും ബ്ലാക്ക് ബോക്സ് ഇല്ലേ? മിലിറ്ററി ഹെലികോപ്റ്റേഴ്സിന് എല്ലാത്തിനും ഇല്ല. ഇപ്പോൾ വരുന്ന പുതിയ ഹെലികോപ്റ്റേഴ്സിനൊക്കെ ഉണ്ട്. നാവികസേനയ്ക്ക് ഈ സബ്മറൈൻ വിഭാഗമുണ്ട്, പിന്നെ ഏവിയേഷൻ ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ ഏതൊക്കെ തരം വിഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്ന് ചുരുക്കി പറയുമോ? ഇന്ത്യൻ നേവിയെ സംബന്ധിച്ച് 3 ആംസ് എന്ന് പറയാം, ബ്രാഞ്ചസ് അല്ലെങ്കിൽ ആംസ് എന്ന് പറയാം. ഒന്നൊരു ഫ്ലൈയിങ് ബ്രാഞ്ചാണ്. ഈ എല്ലാ പൈലറ്റ്സും നാവിഗേറ്റേഴ്സുകളുടെ ഫ്ലൈയിങ്ങിൻ്റെ ബ്രാഞ്ചാണ്. പിന്നെ ആം എന്ന് പറയാം. പിന്നെ ഉള്ളത് സബ്മറീൻ ആമാണ്, അതായത് മുങ്ങിക്കപ്പലുകൾ മുഴുവനുള്ളത്. മൂന്നാമത്തെ ആമാണ് മേജർ സർഫസ് വെസൽസ്, ഷിപ്സിൻ്റെ എല്ലാ നേവൽ ഫ്ലീറ്റ്, എയർക്രാഫ്റ്റ് കാരിയർ മുതൽ ഏറ്റവും ചെറിയ ഷിപ്പ് വരെ ഉള്ള ഷിപ്സിൻ്റെ ഫ്ലീറ്റാണ് ദ സർഫസ് ഫ്ലീറ്റ് എന്ന് പറയാം. ഈ 3 വിഭാഗങ്ങളിലും ടെക്നിക്കൽ ആൾക്കാരുണ്ട്. നേവിക്ക് എല്ലാവർക്കും കൂടിയുള്ള ലോജിസ്റ്റിക്സ് ബ്രാഞ്ച് ഉണ്ട്. അതായത് ഈ റേഷൻ എക്യുപ്മെൻറ്റ്സ് വാങ്ങുക, സപ്ലൈ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും, ഭക്ഷണം മുതൽ ഏറ്റവും വലിയ യന്ത്രം വരെ സപ്ലൈ ചെയ്യാനുള്ള ഇത് പ്രൊക്യൂർ ചെയ്യുക, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതൊരു ഭയങ്കര ടാസ്ക്കാണത്. അതിന് ലോജിസ്റ്റിക്സ്, അത് ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ബ്രാഞ്ച് ഉണ്ട്. യുദ്ധക്കോപ്പുകളോ അല്ലെങ്കിൽ ബോംബ് ഒക്കെ നോക്കണം, ആർമമെൻറ്റ് ബ്രാഞ്ച് ഉണ്ട്. പിന്നെ നേവൽ ആർക്കിടെക്ചർ ബ്രാഞ്ച് ഉണ്ട്, അതായത് ഷിപ്പൊക്കെ ഡിസൈൻ ചെയ്യുന്ന ബ്രാഞ്ച് ഉണ്ട്. എഞ്ചിനീയറിംഗ്. പിന്നെ നേവി പോലീസ് ബ്രാഞ്ച് ഉണ്ട്, നേവിൻ്റെ തന്നെ പോലീസ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ പല എല്ലാ നേവൽ ബേസിലും ഉണ്ടാവും. പിന്നെ ഡൈവിംഗ് വിഭാഗം അതുണ്ട്. ഡൈവിംഗ് അതൊരു സർഫസ് നേവിൻ്റെ ഒരു സബ് ബ്രാഞ്ചാണത്. ഡൈവിംഗ് ഒരു സ്പെഷ്യലൈസേഷൻ ആണത്. ഈ 3 സേനകളിലും വെച്ചിട്ട് ഏറ്റവും ടഫസ്റ്റ് ട്രെയിനിങ് നാവികസേനയ്ക്കാണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അത് പലരും പല സമയത്തും പലതും ക്ലെയിം ചെയ്യും. നേവീൻ്റെ ഏത് ട്രെയിനിങ്ങിലും, ഷിപ്പായാലും സബ്മറീൻ ആയാലും ഫ്ലൈയിങ് ബ്രാഞ്ച് ആയാലും കുറച്ചും കൂടി ഒരു ടെക്നിക്കൽ ഡെപ്ത് ഉള്ള ട്രെയിനിങ്ങാണ് നേവീൻ്റെ. കാരണം ഈ കാലാൾപ്പട പോലെ അധികം ആൾക്കാർ നേവിയിലില്ല, കുറച്ച് ആൾക്കാർ. അപ്പം നേവി ഈസ് മോർ അബൌട്ട് എക്യുപ്മെൻറ്റ്സ് ആൻഡ് യുനോ വെപ്പൺസ്. അപ്പോൾ അതൊരു മെഷീൻ സെൻട്രിക്കാണ് നേവി. ഈ നാവികസേനയുമായി ബന്ധപ്പെട്ടും നാവികസേനയിലെ ഹെലികോപ്റ്റേഴ്സ് അല്ലെങ്കിൽ പൊതുവേ ഹെലികോപ്റ്റേഴ്സ് ഓടിക്കുന്ന പൈലറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ചില മിസ്കൺസെപ്ഷൻസ്, മിഥ്യാധാരണകൾ എന്തൊക്കെയാ? 2018 സിനിമ, അതിൽ ഹെലികോപ്റ്റർ റെസ്ക്യൂ ഒരു രാത്രിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. വേറെ നമ്മൾ ഈ രക്ഷാപ്രവർത്തനം നടത്തി മുഴുവൻ പകലാണ്. അപ്പോൾ അതിന് ആ സിനിമാറ്റിക് എഫക്റ്റ്, അത് ദാറ്റ് ഇസ് ആർട്ടിസ്റ്റ് ഫ്രീഡം എന്ന് പറയാം. അത് ആ സിനിമ ഉണ്ടാക്കുന്ന ആളുടെ ഫ്രീഡം ആ രീതിയിൽ സാധ്യമാണോ? ആണ്. പക്ഷേ ഈ കേരളത്തിൻ്റെ മഹാപ്രളയത്തിൽ അത് സാധ്യമായിരുന്നില്ല. കാരണം ഈ സിറ്റീൻ്റെ മുകളിൽ കൂടെ രാത്രി ഫ്ലൈ ചെയ്യുന്നത് വളരെ ഡേഞ്ചറാണ്. ഈ മൈക്രോവേവ് ടവേഴ്സ്, ഹൈ ടെൻഷൻ വയേഴ്സ്, ആൻറ്റിനാസ്, അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല രാത്രി. അതൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ മഴേൻ്റെ ഇടയിൽ ആസിറ്റസ് വിസിബിലിറ്റിയും ലോ ആണ്. പകൽ തന്നെ ഫ്ലൈ ചെയ്യണത് വളരെ വളരെ ഡേഞ്ചർ ആയിരുന്നു. അല്ല, ഓഫാണ്, ഓണായത്. അതിന് മുകളിൽ തന്നെ പോയി നമ്മൾ ഇടിക്കുക. അതൊരു ഫിസിക്കൽ ബാരിയർ അല്ലത്. ഇൻഫാക്ട് ഈ പകൽ ഫ്ലൈ ചെയ്യണത് എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ഈ കടലിൻ്റെ മുകളിൽ ഫ്ലൈ ചെയ്ത് പരിചയമുള്ള നേവൽ പൈലറ്റ്സിന് ഈ സിറ്റി, നമ്മുടെ ഈ എറണാകുളം, തൃശ്ശൂർ ഈ ജില്ലകളിൽ ഫ്ലൈ ചെയ്യാൻ, ഈ മഹാപ്രളയത്തിൽ ഫ്ലൈ ചെയ്യാൻ വളരെ ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഒന്നാമത് വലിയ ഹെലികോപ്റ്റർ, ഇതിങ്ങനെ പെട്ടെന്ന് തിരിക്കാനും വളയ്ക്കാനൊന്നും പറ്റില്ല. ഈ ഓരോരോ ബിൽഡിങ്ങിൻ്റെയും മുകളിൽ പോയി ഹോവർ ചെയ്ത് ആൾക്കാരെ രക്ഷപ്പെടുത്തുക പറഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ മഴ കാരണം വിസിബിലിറ്റി പുവറായിരുന്നു. ഈ പല ആൻറ്റിനാസും ഞങ്ങൾക്ക് കാണാനില്ല. മരങ്ങൾ, വലിയ ഹൈറ്റുള്ള തെങ്ങ്, പിന്നെ ഈ മൈക്രോവേവ് ടവേഴ്സ്. കൂടുതൽ ഉയരത്തിൽ ഹോവർ ചെയ്യേണ്ടി വരും. അതെ. അപ്പോൾ
എത്ര കൂടുതൽ ഉയരത്ത് ഹോവർ ചെയ്യണോ അത്ര ബുദ്ധിമുട്ടാണ് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ. രക്ഷാപ്രവർത്തനം. അപ്പോൾ ഇറ്റ് വാസ് വെരി വെരി ടഫ് ജോബ്. ഇറ്റ് വാസ് വെരി ഡിമാൻഡിങ് ജോബ്. ഹെലികോപ്റ്റർ എന്ന് പറയുന്നതും നാവികസേനയിലെ ഹെലികോപ്റ്റർ പൈലറ്റ് എന്നൊക്കെ പറയുന്നതും നമ്മളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളുകളല്ല. അപ്പം ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു. ഒത്തിരി നന്ദി. താങ്ക് യു.